പ്രിയ സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായൊരു വാർത്ത എല്ലാവരെയും അറിയിക്കുകയാണ്. നമ്മുടെ MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം 50% മുതൽ 100% വരെ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, വർദ്ധിപ്പിക്കും. ഇതിന് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് കൈപൊക്കി പിടിക്കും. ലാൽ സലാം സഖാവെ, കോൺഗ്രസിനും അതുപോലെ തന്നെ. അപ്പോൾ എന്താ പറ്റിയെന്നറിയോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മന്ത്രിമാരുടെയും MLA-മാരുടെയും ഭാര്യമാർ പറഞ്ഞു വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില കൂടി, നിങ്ങൾ എന്താ നിങ്ങളുടെ ശമ്പളം കൂട്ടാത്തേ? അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് വില കൂടി, ഏതാണ്ട് 450 രൂപ 500 രൂപ അടുത്താവും തോന്നും ഒരു കിലോയ്ക്ക്. അപ്പം എണ്ണയില്ലാതൊന്നും നടക്കൂലല്ലോ. അതുകൊണ്ട് ഭർത്താക്കന്മാരോടൊക്കെ പറഞ്ഞ് നിങ്ങൾ നിയമസഭയിൽ പറ, നമ്മുടെ പൈസ കൂട്ടാൻ പറ. പാവപ്പെട്ട ആശാ വർക്കേഴ്സ് കരഞ്ഞ കരച്ചിലിൻ്റെ ശബ്ദം ഇതുവരെയും ആ തിരുവനന്തപുരത്ത് തങ്ങി നിൽക്കുന്നതേ ഉള്ളൂ, അത് മാറിയിട്ടില്ല. പിന്നെ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങിക്കാൻ പൈസ ഇല്ല, അതെല്ലാം വെട്ടിക്കുറച്ചു. ധനമന്ത്രിയാണെങ്കിലും വീണ ജോർജ് ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന്. എന്തിനാണാവോ 2 കണ്ണും വെച്ചുകൊണ്ട് നടക്കുന്നത്? അതുകൂടെ കുത്തിപ്പൊട്ടിച്ചൂടെ? അപ്പോൾ ശസ്ത്രക്രിയ, സാധാരണക്കാരൻ ശസ്ത്രക്രിയയ്ക്ക് ചെല്ലുന്നത് ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലാണ്. അവിടെ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ പൈസ ഇല്ല. പക്ഷേ 50% 100% വരെ പണം വർദ്ധിപ്പിച്ച് മന്ത്രിമാർക്കും MLA-മാർക്കും കൊടുക്കുന്നതിന് ഒരു ഉളുപ്പുമില്ല. ഇതിന് ആരെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും ഒരാൾ തിരിച്ചു പറയണം കേട്ടാ. അപ്പം ഞങ്ങൾ പറയും നിങ്ങൾക്ക് നാട്ടിലുണ്ടെന്ന്. അല്ലാതെ പോരട്ടെ, ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും വേണം പണമെന്ന് പറഞ്ഞ് അതിനകത്തിട്ട് കൈയിട്ട് വാരി എടുക്കരുത്. ആശാ വർക്കേഴ്സിൻ്റെ പൈസ കൂട്ടിയിട്ട് നിങ്ങൾ കൂട്ടിടെ ഞങ്ങളുടെ കൂടെന്ന് പറയാൻ ആണത്തോള്ള ഏതെങ്കിലും പുരുഷത്വമുള്ള അല്ലെങ്കിൽ സ്ത്രീത്വമുള്ള, സ്ത്രീത്വം എന്ന് പറഞ്ഞ വാക്ക് തെറ്റിദ്ധരിച്ച് പറഞ്ഞതല്ല, പുരുഷത്വമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് അവതരിപ്പിക്കണം. പിന്നെ ഇതിനകത്ത് ഒരു വാൽകൃഷ്ണം പോലെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അംഗനവാടിയിൽ ബിരിയാണി കൊടുക്കുമെന്നോ പിന്നെ അവർക്ക് കൊടുത്തേക്കുന്നൊരു മെനു ഉണ്ട്. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് 3-4 അംഗനവാടി പോയി, അവിടെ ഒരു വെണ്ടയ്ക്കായും കൊടുത്തിട്ടില്ല. പിന്നെ ഇനി അടുത്ത കാലത്ത് വീണ ജോർജിൻ്റെ തന്നെ ജില്ല, പത്തനംതിട്ട ജില്ലയിൽ കുറേ പെൺകുട്ടികളും കുറേ ആൺകുട്ടികൾ നഴ്സിംഗ് വിദ്യാർത്ഥിനികളാണ്. അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാൻ ഉള്ള ബാത്റൂം പോലും 1-2 ബാത്റൂം ഉണ്ട്, ഇല്ലെന്ന് പറയരുത്. ക്യൂ നിന്നാലും ഞങ്ങൾ ബാത്റൂമിൽ പോവും. പിള്ളേരിപ്പോൾ ബാത്റൂം എന്ന് പറയത്തില്ല, വാഷ്റൂം പോവും. അവിടെ ഇല്ലെന്ന് പറയാക്കത്തില്ല. പക്ഷേ അവിടെ എത്ര പിള്ളേരുണ്ട്? നിയമസഭയിൽ ഏറ്റവും ക്ലിഫ് ഹൗസിൽ പശുവിൻ്റെ തൊഴുത്തിന് പോലും അതിനേക്കായി സൗകര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയല്ലേ. അവർക്ക് ആ കുട്ടികൾക്ക്, നഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാനുള്ള ലാഭം എത്ര ഉണ്ട്? എല്ലാം ഹൈടെക്കാക്കി. ഇപ്പോൾ ഒരു പുതിയ ഡാൻസ് ഒന്നുണ്ടല്ലോ, സുംബ ഡാൻസ്. ഓക്കെ, നടക്കട്ടെ, അതിന് ഞാൻ വലുതായിട്ട് എതിർക്കുന്നില്ല. അത് നടക്കട്ടെ, പിള്ളേർക്ക് അങ്ങനെയെങ്കിലും ഒരു എക്സർസൈസ് ആവട്ടെ. വീട്ടിലോ സമ്മതിക്കത്തില്ല, എന്നാൽ പിന്നെ സ്കൂളിലെങ്കിലും അങ്ങനെ കൊണ്ടുവരട്ടെ. അത് ഞാൻ അംഗീകരിക്കുന്നു. ശിവൻകുട്ടി സാറിനെയും അതിനോടൊപ്പം പ്രവർത്തിച്ചവരൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. പക്ഷേ ഈ ശസ്ത്രക്രിയാ ഉപകരണമില്ല, ആശാ വർക്കേഴ്സിന് പൈസ ഇല്ല, സ്വന്തം പെണ്ണുമ്പിള്ളയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ശമ്പളം കൂട്ടണമെന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്ന എൻ്റെ അണ്ണന്മാരെ, നിങ്ങൾ പാവപ്പെട്ടവൻ ക്യൂ നിന്ന് വോട്ട് തന്നാൽ വളർന്നതിന് മാത്രം മറക്കാതിരിക്കുക. എൻ്റെ പേര് ജോൺസൺ കരൂർന്ന്. പിടിച്ച് ജയിലിലിട്ടാലും ഉള്ള കാര്യമാണ് പറഞ്ഞത്.